നെക്സ്റ്റ് നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത് നമ്മൾ നേരത്തെ കൈനറ്റിക് തിയറിയിൽ ഒരു പ്രോപ്പർട്ടി പഠിച്ചിട്ടുണ്ടായിരുന്നു. കൈനറ്റിക് എനർജി ഓഫ് മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ ഓഫ് ഗ്യാസ്. അതാണ് ഇനി നമ്മൾ ഡിറൈവ് ചെയ്യാൻ പോകുന്നത്. ഷോ ദാറ്റ് ആവറേജ് കൈനറ്റിക് എനർജി ഓഫ് എ മോളിക്യൂൾ ഈസ് പ്രൊപ്പോർഷണൽ ടു ആബ്സല്യൂട്ട് ടെമ്പറേച്ചർ. അപ്പോൾ അതിന് ഫസ്റ്റ് നമ്മൾ എഴുതി നമ്മൾ നേരത്തെ ഡിറൈവ് ചെയ്ത പ്രഷറിൻ്റെ ഇക്വേഷൻ എഴുതി. പി ഈസ് ഈക്വൽ ടു 1/3 NM V⁻² എന്ന് എഴുതി. ഇനി എന്ത് ചെയ്തു, നെക്സ്റ്റ് സ്റ്റെപ്പിൽ വന്നപ്പോൾ നമ്മൾ രണ്ട് സൈഡിലും ഇക്വേഷൻ്റെ LHSലും RHSലും ഒരു V വെച്ച് മൾട്ടിപ്ലൈ ചെയ്തു. നമുക്കറിയാം N ഈസ് ഈക്വൽ ടു N/V ആണ്. അങ്ങനെയെങ്കിൽ N എന്താവും? N ഇൻറ്റു V ആയിരിക്കും. അതായത് N ഈസ് ഈക്വൽ ടു N ഇൻറ്റു V. അതായത് ഈ NVക്ക് പകരം നമ്മൾ എന്തെഴുതും? ക്യാപിറ്റൽ ലെറ്റർ N എഴുതും. അപ്പോൾ PV ഈസ് ഈക്വൽ ടു 1/3 NM V⁻² എന്ന് വന്നു. ഇവിടെ N എന്ന് പറയുന്നത് എന്താ? നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് N എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി? PV ഈസ് ഈക്വൽ ടു അവിടെ 2/3 വരാൻ കാരണം നമ്മൾ അതിനൊന്ന് അറേഞ്ച് ചെയ്ത് എഴുതുമ്പോഴാണ് നമുക്കവിടെ 2/3 എന്ന് വരുന്നത്. 2/3 ഈസ് PV ഈസ് ഈക്വൽ ടു 2/3 N ഇൻറ്റു 1/2 MV². അതായത് ഈ N ½ NMV² ആയിരുന്നില്ലേ, അതിനെ എന്ത് ചെയ്തു? നമ്മളൊന്ന് അറേഞ്ച് ചെയ്തെഴുതി. അപ്പോൾ നമുക്ക് 2/3 N ½ MV² വന്നു. ½ MV² വന്നില്ലേ? ഇത് കൈനറ്റിക് എനർജി അല്ലേ? കൈനറ്റിക് എനർജി ഇക്വേഷൻ അല്ലേ? അതായത് നമ്മൾ ജസ്റ്റ് ഒരു എനർജി മാത്രമായിട്ട് റെപ്രസെൻറ്റ് ചെയ്യുകയാണ്. അപ്പോൾ PV ഈസ് ഈക്വൽ ടു 2/3 NE എന്ന് വന്നു. 2/3 NE. പിന്നെ നമുക്കറിയാം ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ PV ഈസ് ഈക്വൽ ടു nRT ആണ്. ഇവിടെ RTക്ക് പകരം നമ്മൾ എന്തെടുത്തു? KB എന്നുള്ളൊരു കോൺസ്റ്റൻറ്റ് വാല്യൂ എടുത്തു. അപ്പോൾ PV ഈസ് ഈക്വൽ ടു NKBT എന്ന് വന്നു. PV ഈസ് ഈക്വൽ ടു NKBT എന്ന് വന്നു. ഇനി ഇവിടെ നോക്കുക, നമ്മൾ നേരത്തെ PV ഈസ് ഈക്വൽ ടു 2/3 NE എന്നുള്ള ഇക്വേഷൻ നമ്പർ 1 എന്ന് വിളിച്ചു. അതായത് അതുപോലെ PV ഈസ് ഈക്വൽ ടു NKBT എന്നുള്ള ഇക്വേഷൻ നമ്പർ 2 എന്ന് വിളിച്ചു. അതായത് ഈ നോക്കിയറിയാം ഈ രണ്ട് ഇക്വേഷൻ്റെയും LHS എന്താണ്? സെയിം ആണ്. അതായത് PV ആണ്. അപ്പോൾ എന്തായിരിക്കും? അതിൻ്റെ RHS എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഇക്വേറ്റ് ചെയ്തു. 2/3 NE ഈസ് ഈക്വൽ ടു NKBT എന്ന് റെപ്രസെൻ്റ് ചെയ്തു. നമ്മൾ രണ്ട് സൈഡിലും LHSലും RHSലും ഒരുപോലെ എന്തുണ്ട്? N ഉണ്ട്. അപ്പോൾ അതിനെ ക്യാൻസൽ ചെയ്തു. അപ്പോൾ ഫൈനൽ ഇക്വേഷനായിട്ട് നമുക്കിങ്ങനെയാണ് വരിക. 2/3 NE ഈസ് ഈക്വൽ ടു 2/3 NE അല്ല, സോറി, N ക്യാൻസൽ ചെയ്ത് പോയല്ലോ. 2/3 E ഈസ് ഈക്വൽ ടു KBT എന്നാണ് വരിക. ഈ 2/3 എന്നുള്ളത് ഇപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താവും? 3/2 ആവും. അപ്പോൾ E ഈസ് ഈക്വൽ ടു 3/2 KBT എന്ന് വരും. E ഈസ് ഈക്വൽ ടു 3/2 KBT എന്ന് വരും. അപ്പോൾ നോക്കിയറിയാം ഇതെന്താണ്? രണ്ടും ടോപ്പിലാണ്. അതായത് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ആബ്സല്യൂട്ട് ടെമ്പറേച്ചറിനോട് പ്രൊപ്പോർഷണലാണ് എന്ന് നമുക്ക് പറയാം.